അപ്പോൾ RSSകാരെ കാണുന്നതിലോ അല്ലെങ്കിൽ BJPക്കാരെ കാണുന്നതിലോ പോലീസ് ഉദ്യോഗസ്ഥർ കാണുന്നതിലൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ പ്രശ്നം അവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. അത് മാത്രമല്ല, എന്തിനു കണ്ടു എന്ന് ചോദിച്ചാൽ വെറുതെ സുഹൃത്ത് സംഭാഷണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞെങ്കിലും നമുക്കത് വായിക്കാവുന്നത് അത് രാഷ്ട്രീയമായിട്ടുള്ളൊരു ഇടപെടലായിരുന്നു എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഗുണം BJPക്ക് ആ ഇലക്ഷനിൽ നേടിയെടുക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം വളരെ ബോധപൂർവമായിട്ട് അതിനകത്ത് ഇടപെട്ട് പോലീസ് വലിയ മർക്കടമുഷിയാണ് അവിടെ നടത്തിയത്. പൂരം കാണാൻ വന്ന പൂരപ്രേമികളെ മുഴുവൻ തല്ലി ഓടിക്കുന്ന സ്ഥിതിയും അതുപോലെ തന്നെ ആനയൊന്നും ശരിയായിട്ടുള്ള രീതിയിൽ ആഘോഷപൂർവ്വം അവിടെ നടത്താനോ അല്ലെങ്കിൽ ആ ഉത്സവത്തിൻ്റെ ഭാഗമാക്കാനൊന്നും സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ പൂരപ്രേമികൾ മുഴുവനും എതിരായി. പൂരപ്രേമികൾ എന്ന് പറയുന്നത് എല്ലാ പാർട്ടിക്കാരും ഉണ്ട് അതിനകത്ത്. തീർച്ചയായിട്ടും. അപ്പോൾ അവരെല്ലാവരും എതിരായപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആർക്കനുകൂലമായി തീർന്നു? അത് BJPക്ക് അനുകൂലമായി തീർന്നു. കാരണം വെച്ചാൽ എതിരായത് കൊണ്ട് സംഭവിച്ച ഒരു ധ്രുവീകരണം എന്ന് പറയുന്നത് ആ വോട്ട് BJPക്ക് പ്രത്യേകിച്ച് സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ പൂരം കലക്കിയത് അവരുടെ ഒരു ആവശ്യമായിരുന്നു. അതിന് സഹായിച്ച ഒരാളാണ് ADGP ആയിരുന്ന അജിത് കുമാർ എന്നതാണ് പൊതുവെ വിലയിരുത്തൽ വന്നത്. പക്ഷേ വിലയിരുത്തൽ മാത്രമല്ല, ഒരാഴ്ചക്ക് മുമ്പേ അതെ കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയിൽ റിപ്പോർട്ട് വന്നപ്പോൾ വളരെ കൃത്യമായിട്ട് ഇദ്ദേഹം ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കാതിരിക്കുകയും ബോധപൂർവം തന്നെ ഉറക്കം നടിച്ച് ഈ പരിപാടിക്ക് സഹായം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തുനിന്ന് വെച്ചാൽ മന്ത്രി ഉൾപ്പെടെ വിളിച്ചിട്ട് പോലും ആരും വിളിച്ചിട്ട് അയാൾ കേട്ടില്ല, അയാൾ ഫോൺ എടുത്തില്ല. അപ്പോൾ അയാൾ ബോധപൂർവം ഫോൺ എടുക്കാതിരിക്കുക. കാരണം വെച്ചാൽ വളരെ ഗൗരവ ഒരു വിഷയം നടക്കുന്ന സമയത്ത് ഇയാൾക്ക് ഉറങ്ങാനുള്ള അവകാശം പോലും ഇല്ല ആ സമയത്ത്. കാരണം ഇയാൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ അവിടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കണം എന്ന് പറയുന്ന സമയത്താണ് ഇയാൾ ഇങ്ങനെ പ്രവർത്തിക്കുകയും ആ പ്രവൃത്തിയുടെ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം വന്നത്. അതോടുകൂടിയാണ് ഇയാൾ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്ത് 5 പേരുടെ പേരാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ കേരള സർക്കാർ അവതരിപ്പിച്ച്. അതിൽ കേരളത്തിന് താല്പര്യമുള്ള 2 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് ഈ ADGP അജിത് കുമാർ, മറ്റൊരാൾ മനോജ് എബ്രഹാമാണ്. പക്ഷേ അവർ രണ്ടുപേരും ലിസ്റ്റിൽ തള്ളപ്പെട്ടു. കാരണം കേന്ദ്രത്തിന് താല്പര്യമില്ലാത്ത 2 ആളുകളെ മാറി. അവിടെ വളരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കോൺട്രാസ്റ്റിംഗ് ഡിസിഷനാണ് കേന്ദ്രത്തിൻ്റെ വന്നതെന്ന് നോക്കാം. കാരണം കേന്ദ്രത്തെ സഹായിച്ചാൽ BJPയെ സഹായിച്ച RSSനെ സഹായിച്ച അജിത് കുമാറിനെ എന്തുകൊണ്ട് അവർ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഒരു ചോദ്യം വേണമെങ്കിൽ ഉയർന്നു വരാവുന്നതാണല്ലോ. കാരണം ഇവിടുത്തെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് ഇദ്ദേഹം അവരെയാണ് സഹായിച്ചത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവർ ഇദ്ദേഹത്തെ സഹായിച്ചില്ല എന്നുള്ള ചോദ്യം വേണമെങ്കിൽ ഉയർന്നു വരാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.